ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. ഗുഡ് ഈവനിംഗ്. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ പ്രധാന വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ഞാൻ എസ് വിജയകുമാർ, എന്നോടൊപ്പം ഉന്മേഷ് ശിവരാമൻ. ഉന്മേഷ്, ISL രണ്ടാം പാദ സെമിഫൈനൽ നടക്കുന്നു. കേരളം ഒരു ഗോളിന് മുന്നിലാണ് ജംഷഡ്പൂരിനെതിരെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കലൂരിൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ വലിയ ആൾക്കൂട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടേക്ക് ആദ്യം പോകാമെന്ന് തോന്നുന്നു, അല്ലേ? വലിയ ആവേശമാണ് അവിടെയുള്ളത്. ആ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം വാർത്താമഴ പോകുന്നത്. ISL-ൽ രണ്ടാം പാദ സെമിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു. 18-ാം മിനിറ്റിൽ അഡ്രിയാനിലൂടെയാണ് ഗോൾ നേടിയത്. കളിയാവേശത്തിലേക്ക്, കളിക്കാഴ്ചകളിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വാർത്താമഴ പോവുകയാണ്. LDF-ലെ സീറ്റ് വിഭജനം, അല്ലേ? രാജ്യസഭാ സീറ്റ് CPI-നും CPI-ക്കും തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. CPI-യുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. സന്തോഷ് കുമാറാണ് സ്ഥാനാർത്ഥിയാവുന്നത്. CPI-ക്ക് വേണ്ടി പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് P. സന്തോഷ് കുമാർ 24-നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന ഒരു തീരുമാനമാണ് സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളത്. അത് എല്ലാ ഉത്തരവാദിത്വവും ഭംഗിയായി നിറവേറ്റാൻ പരിശ്രമിക്കാറുണ്ട്. ഇതും ഭംഗിയായി നിറവേറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. തീരുമാനം വ്യക്തിപരമായ സന്തോഷം നൽകുന്ന തീരുമാനമാണ്. പൊതുവിലെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇടതുപക്ഷം കൂടുതൽ പ്രസക്തമാണ്, പക്ഷേ കൂടുതൽ വെല്ലുവിളി നേരിടുന്നു. അപ്പോൾ അതിന് എന്താണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ പരിശ്രമങ്ങൾ വളരെ ശക്തിയായിട്ട് നടത്തും. പുതിയൊരു വേദി ഫലപ്രദമായി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, മറ്റ് ചെറുപാർട്ടികളെയൊക്കെ അവരുടെയൊക്കെ ക്ലെയിം ഒഴിവാക്കി CPM-ഉം CPI-യും ഓരോ സീറ്റുകൾ പങ്കിട്ടെടുത്തു. ഇടതുമുന്നണി യോഗത്തിൽ ഇതിന്മേൽ എന്ത് ചർച്ചയാണ് നടന്നത്? പ്രത്യേകിച്ച് MV ശ്രേയാംസ് കുമാർ അടക്കമുള്ളവരുടെ പ്രതികരണം. NCP ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അവരെയൊക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിച്ചു CPM-ഉം CPI-യും? വിജയകുമാർ, അതിവേഗത്തിലാണ് ഈ ഒരു തീരുമാനം LDF യോഗം എടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് യോഗം ചേർന്നത്. മുഖ്യമന്ത്രിയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് സമകാലിക ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI-ക്ക് LDF-ന് വിജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിലൊന്ന് നൽകണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതിനോട് എല്ലാവരും യോജിക്കുകയായിരുന്നു. അതേസമയത്ത് അതിന് തൊട്ട് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് JDS, LJD, NCP ഈ 3 പാർട്ടികളും ഈ സീറ്റ് തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതിന് അവരുടേതായ കാരണങ്ങളും നിർത്തി. പക്ഷേ അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മുഖ്യമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് ശേഷം പിന്നീട് ആരും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കൊന്നും മുതിർന്നില്ല. പെട്ടെന്ന് തന്നെ ആ തീരുമാനം LDF-ന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമായിട്ട് എടുക്കുകയും തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തി വിജയരാഘവൻ ഈ 2 സീറ്റുകൾ, ഒന്ന് CPI-എമ്മും ഒന്ന് CPI-യും മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ വളരെ വേഗത്തിൽ CPI-യുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം MN സ്മാരകത്തിൽ ചേർന്നു. ഏതാണ്ട് 15 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ P. സന്തോഷ് കുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. ദേശീയ നേതൃത്വം പേര് അനൗൺസ് ചെയ്തു. തൊട്ടു പിന്നാലെ കാനം രാജേന്ദ്രൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 11 വർഷത്തിന് ശേഷമാണ് CPI-ക്ക് രാജ്യസഭയിൽ 2 MP-മാർ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ മലബാർ പ്രാതിനിധ്യം ഉറപ്പാക്കുക, ഒപ്പം യുവനിരയിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയനായ ഒരു നേതാവിന് അവസരം നൽകുക എന്നുള്ള ഒരു നിലപാടാണ് CPI സ്വീകരിച്ചത് എന്ന് കാണാം. P. സന്തോഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയനായ ഒരു നേതാവാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും വളരെ തീവ്രമായി ഇടപെടുകയും ചെയ്യുന്ന, പ്രത്യേകിച്ചും CPI-എമ്മിനോടൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവിടെ കഴിഞ്ഞ ഇടയ്ക്കാണ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായത്. MV ജയരാജനുമായിട്ടുള്ള ചില വാക്തർക്കങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ തന്നെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അത് CPI-ക്ക് മുതൽക്കൂട്ടാകുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. LDF-നും പൊതുവിൽ ആ നിലയിൽ തന്നെ മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും വളരെ വേഗത്തിൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി CPI-ന്റെ തീരുമാനമാണ്. നാളെ ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടത്തും. വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI-ന്റെ സ്ഥാനാർത്ഥിയും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തനേഷ് തമ്പി റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. വിജയകുമാർ, നമ്മൾ വീണ്ടും കലൂരിലേക്ക് നമുക്ക് പോകാം. രഞ്ജു മത്തായി ഇപ്പോൾ രഞ്ജുവുമായി നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. രഞ്ജു, നമ്മൾ പറയുന്നത് കേൾക്കാമല്ലോ, അല്ലേ? അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ ആരവം കേൾക്കുന്നുണ്ട്, ആവേശം മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? രഞ്ജു, അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമോ? അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു യേശുവിനെ. വേണമെങ്കിൽ ആ പന്ത് വിട്ട് കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഡേഞ്ചറാണ്, വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നിൽ ആളുണ്ടെങ്കിൽ അത് ഡേഞ്ചർ ആകുമായിരുന്നു. ISL രണ്ടാം പാദ സെമിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കളിയാവേശമാണ് കേരളത്തിലും. കൊച്ചിയിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ആൾക്കൂട്ടം, ആരാധകരുടെ വലിയ തിരക്ക്. ഒറ്റ സ്ക്രീനിൽ അവളെല്ലാം ആവേശത്തോടെ ഇപ്പോൾ
കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുന്നു. ആരാധകർക്ക് അത്യധികം ആവേശം നൽകുന്ന കാഴ്ചയാണ് അത്. വലിയ കളിയാവേശം കൊച്ചിയിലും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രഞ്ജു, ഒരിക്കൽ കൂടി ചോദിക്കാം, കേൾക്കാമോ രഞ്ജുവിന്? രഞ്ജുവിന് ഇപ്പോഴും കേൾക്കത്തില്ല. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ അടിച്ച ഒരു ഗോളിന് കേരളം മുന്നിലാണ്. മനോഹരമായി കളിക്കുന്നുണ്ട് കേരളം എന്നതാണ് ഏറ്റവും ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നത്. ടീം ഫൈനലിലേക്ക് എത്തുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിന്, അല്ലെങ്കിൽ അതൊരു ആഘോഷമാക്കാൻ കലൂരിലെത്തിയിരിക്കുന്ന ആൾക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഒന്നാം പാദ സെമിയിൽ വലിയ ആവേശത്തോടെ അവിടെ എത്തിയ ആൾക്കൂട്ടമുണ്ട്. അതിനേക്കാൾ ഇരട്ടി ആളുകൾ അവിടെ ഇത്തവണ എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിനായി ഒത്തുചേർന്നിട്ടുണ്ട്. പലയിടത്തും ബിഗ് സ്ക്രീനിലൊക്കെ കളി കാണാൻ ഇന്ന് ആളുകൾ ധാരാളമായി എത്തിയിട്ടുണ്ട്. അത്തരം കാഴ്ചകളിലൊക്കെ നമുക്ക് വാർത്താമഴയിൽ തന്നെ പങ്കുവയ്ക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഉന്മേഷ, വാർത്താമഴയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഇന്നത്തെ നമ്മളുടെ കളിയുടെ റിസൾട്ട് നമുക്ക് നൽകാൻ കഴിയും. ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് ഫൈനലിലേക്ക് എത്തുന്നു എന്ന സന്തോഷ വാർത്ത നമുക്ക് ആ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റു വാർത്തയിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ വിധിയായിരുന്നു. അതിലേക്കാണ് വാർത്താമഴ പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം കർണാടക ഹൈക്കോടതി ശരിവെച്ചു. ഹിജാബ് നിരോധനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളി. ഹിജാബ് ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം തുടരാമെന്നും കർണാടക ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒഴിച്ചുകൂടാനാവാത്ത മതപരമായ ആചാരം എന്ന ഗണത്തിൽ ഹിജാബിനെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോമിൻ്റെ ഭാഗമായി ഹിജാബ് നിരോധിക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും അവിടെ ആർട്ടിക്കിൾ 25 ലംഘനമുണ്ടാകുന്നില്ല. അതായത് മൗലിക അവകാശത്തിൻ്റെ ലംഘനമാകുന്നില്ല. ഹൈക്കോടതി കണ്ടെത്തിയത് ഇതാണ്. ഉടുപ്പി PU കോളേജിലെ 6 വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് തള്ളിയത്. ഹിജാബ് വിവാദത്തിന് പിന്നിൽ അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 2004 മുതൽ യൂണിഫോം നിർബന്ധമാക്കിയിരുന്ന കോളേജിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഹിജാബ് വിവാദമായത് ഈ അദൃശ്യ ശക്തികളുടെ ഇടപെടലിൻ്റെ ഭാഗമായാണ്. മതസ്പർദ്ധ വളർത്തി മതസൗഹാർദ്ദം തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെക്കുറിച്ച് സർക്കാർ മുദ്രവെച്ച കവറിൽ നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് തിരികെ നൽകിയെന്നും കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. വിധി വന്നതിനു ശേഷം അനുകൂലവും പ്രതികൂലവുമായ നിരവധി പ്രതികരണങ്ങളുമുണ്ടായി. കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ പറഞ്ഞത് വിധി സമാധാനപരമായ വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും അതിന് ജനങ്ങളെല്ലാം സഹകരിക്കണം എന്നുമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാൽ അവിടെ സർക്കാരും പോലീസും കൃത്യമായി ഇടപെടുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകി. കർണാടക യാദഗിരി ജില്ലയിലെ കെമ്പേവി PU കോളേജിലെ വിദ്യാർത്ഥികൾ വിധിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. മോഡൽ പരീക്ഷ ബഹിഷ്കരിച്ചാണ് വിധിക്കെതിരെ വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചത്. കൂടുതൽ കാര്യങ്ങൾ രക്ഷിതാക്കളുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുമെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ചെന്നൈ ന്യൂമാൻസ് കോളേജിലെ വിദ്യാർത്ഥികളും രൂക്ഷമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോളേജിന് മുമ്പിൽ ധർണാ സമരം നടത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. കഴിഞ്ഞ ഡിസംബറിൽ ഉടുപ്പി സർക്കാർ വനിതാ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ 6 വിദ്യാർത്ഥിനികളെ പുറത്താക്കിയതോടെയാണ് ഹിജാബ് വിവാദത്തിന് തുടക്കമുണ്ടായത്.
ഇതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു. ഈ പ്രതിഷേധങ്ങളുടെ നാൾ വഴി നമുക്ക് നോക്കാം. ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉടുപ്പി PU കോളേജിൽ ആദ്യമായി ഉത്തരവിറക്കിയത് ജനുവരി 1-ന്. അന്നേ ദിവസം തന്നെ ഹിജാബ് ധരിച്ചെത്തിയ 6 വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു. അതോടെയാണ് സങ്കീർണമായ ഹിജാബ് നിരോധന വിഷയം ആരംഭിക്കുന്നത്. ഹിജാബ് നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പി PU കോളേജിലെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. എന്നാൽ സംസ്ഥാനത്തെ കൂടുതൽ ക്യാമ്പസുകളിൽ നിരോധനം നിലവിൽ വന്നു. വിവിധ ക്യാമ്പസുകളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയും ചെയ്തു. ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹിജാബിനെതിരെ മറുവശത്ത് പ്രതിഷേധമായി അണിനിരന്നതോടെ ക്യാമ്പസുകൾ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമായി. നിരോധനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വന്നു. അന്തിമ വിധി വരും വരെ നിലവിലെ നിരോധനം തുടരണമെന്നാണ് ഹൈക്കോടതിയുടെ വിശാല ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അതോടെ വിഷയത്തിൽ സർക്കാർ നിലപാട് കടുപ്പിച്ചു. ക്ലാസുകളും പരീക്ഷകളും ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ സർക്കാർ ശക്തമായി തന്നെ നേരിട്ടു. നിരോധനം തുടരുമെന്നും ഇടക്കാല ഉത്തരവിനെ മറികടന്ന് പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുമെന്നുമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കർണാടക ഹൈക്കോടതിയിൽ 11 ദിവസം വാദം തുടർന്നപ്പോഴും സംസ്ഥാനത്ത് സമാന്തരമായി പ്രതിഷേധമുണ്ടായി. നിലപാട് മയപ്പെടുത്താതെ സർക്കാരും പ്രതിഷേധങ്ങളെ നേരിട്ടു. ഇന്ന് പ്രഖ്യാപിച്ച അന്തിമ വിധി ഹിജാബ് നിരോധനം തുടരണമെന്നാണ്. എന്തായിരിക്കും വിഷയത്തിലെ ഭാവി എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിധി വേദനാജനകവും നിർഭാഗ്യകരവുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചു. മതപരമായ ആചാരത്തെ എതിർക്കുന്നതിനപ്പുറം വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് വിധിയെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. I welcome. That's all I can say. That's all I can say. I hope and pray honestly, with all sincerity, I am saying, that these continuous attempts to push back the young girls, particularly the Muslim girls, to back into the four walls house, I hope and pray that they fall down like this. They can play a great role like their other sisters in building India, in looking after their families. ഇത് തികച്ചും ഇസ്ലാമിനോടുള്ള വെല്ലുവിളിയാണ്. തികച്ചും ഇത് ആക്ഷേപാർഹമാണ്. അപ്പീൽ പോകേണ്ടുന്ന വിഷയം ആണ്. കോടതിയുടെ കണ്ടെത്തൽ തികച്ചും നിരാശാജനകവും അബദ്ധവുമാണ്. വളരെ ദൗർഭാഗ്യകരമാണ് ഈ വിധി. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെയും നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയും പ്രതീക്ഷയോടുകൂടിയാണ് കോടതികളെ കാണുന്നത്. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇപ്പോഴും പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇതുപോലുള്ള വിധികൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കും. ഹിജാബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തർക്കവിഷയമേ അല്ല. ഹിജാബ് വിധിക്ക് പിന്നാലെ ചിലയിടങ്ങളിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. കർണാടക യാദ്ഗിർ ജില്ലയിലെ കൊമ്പേവി PU കോളേജ് വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ചു. പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ട് ബംഗളൂരു, ശിവമോഗ, ഉടുപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഉടുപ്പിയിൽ നിന്ന് ചേരുന്നത്. വാർത്താമഴയിൽ അരുൺ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? വലിയ പ്രതിഷേധങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ നിലയ്ക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അരുൺ?
ഉന്മേഷ്, ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അന്തിമ വിധി പ്രഖ്യാപനത്തിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുണ്ടായിരുന്നുവെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്കറിയാം, ഈ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഉടുപ്പി PU കോളേജിൽ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സംസ്ഥാന വ്യാപകമായി മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ കേസിൽ വാദം തുടരുന്ന സമയത്ത് പോലും അതിൻ്റെ പ്രതിഷേധം തുടർന്നിരുന്നുവെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സ്വാഭാവികമായും അത്തരത്തിൽ പ്രതിഷേധവും സംഘർഷ സാധ്യതയും ഉണ്ടായൊരു വിഷയത്തിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്ന ദിനത്തിൽ സ്വാഭാവികമായും പ്രതിഷേധവും സംഘർഷ സാധ്യതയും ഉണ്ടാകുമെന്ന ഒരു സ്വാഭാവികമായും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് സർക്കാർ വിലയിരുത്തിയത്. അന്തിമ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കിലെടുത്തത്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷയാണ് സംസ്ഥാനത്തുടനീളം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ജില്ലകളിൽ പൂർണ്ണമായും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ഇടങ്ങളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ മേഖലയിലും ഉടുപ്പിയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം, അതായത് ഈ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമുയർന്ന മേഖലകളിലെല്ലാം ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ വിലയിരുത്തലനുസരിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് വിലയിരുത്തിയതെങ്കിൽ പോലും വിധിക്ക് ശേഷം കാര്യമായ പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ പ്രശ്നങ്ങൾ ഈ ഹിജാബ് വിധിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഉടുപ്പിയിൽ നിന്നാണ് അരുൺ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കർണാടക ഹൈക്കോടതിയുടെ 3-അംഗ വിശാല ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് തീർപ്പാക്കിയത്. എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. വി അരവിന്ദ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. കർണാടകത്തിൽ 2022 ജനുവരി 1-നാണ് ഹിജാബ് കേസ് ആരംഭിച്ചത്. കർണാടക ഉടുപ്പിയിലെ PU സർക്കാർ കോളേജിൽ ഉയർന്ന എതിർപ്പാണ് രാജ്യം മുഴുവൻ വ്യാപിച്ച് വിവാദമായത്. 250ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ പ്രതിഷേധിച്ചു. 2022 ഫെബ്രുവരി 8 5 പെൺകുട്ടികൾ ഹിജാബ് നിരോധനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചു. വിഷയം കുറച്ച് ഗുരുതരമായതിനാൽ കേസ് കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ചിനു മുന്നിലെത്തി. 11 ദിവസം നീണ്ടുനിന്നു വാദം. കർണാടക സർക്കാരിന്റെ വാദം ഹിജാബ് മതാചാരത്തിന്റെ ഭാഗമോ മൗലിക അവകാശമോ അല്ല എന്നായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഹിജാബിന്റെ കാര്യത്തിൽ ബാധകമല്ല. മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഹിജാബില്ല. ശബരിമല വിധിയും മുത്തലാഖ് വിധിയും ഉയർത്തിക്കാട്ടിയ കർണാടക സർക്കാർ നിലപാട് ഖുർആൻ മാത്രം മുൻനിർത്തി ഹിജാബിനു വേണ്ടി വാദിക്കരുത് എന്നായിരുന്നു. മറിച്ച് ഹിജാബ് എന്നത് മൗലിക അവകാശമാണെന്നും മതാചാരത്തിന്റെ ഭാഗമാണെന്നും ഈ നടപടി ഭരണഘടനാ ലംഘനമാണെന്നും ഹർജിക്കാർ ഉറപ്പിച്ചു വാദിച്ചു. 11 ദിവസം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വിധിയെത്തി. ഹിജാബ് ഇസ്ലാം മതാചാരത്തിലെ അവിഭാജ്യ ഘടകമല്ലെന്ന് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വിധിന്യായത്തിൽ രേഖപ്പെടുത്തി. ഹിജാബ് ധരിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് നിർബന്ധം പിടിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി വിധിയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: 1. വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കണം. 2. യൂണിഫോമിനെ എതിർക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല. 3. യൂണിഫോം നിർബന്ധമാക്കിയ സംസ്ഥാന ഭരണകൂടത്തിന്റെ നടപടി മൗലിക അവകാശ ലംഘനമല്ല. 4. സത്യത്തിൽ മൗലിക അവകാശങ്ങളുടെ ന്യായമായ നിയന്ത്രണമായാണ് യൂണിഫോമിനെ കാണേണ്ടത്. 5. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ന്യായമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. വിധിയിൽ കോടതിയുടെ പ്രസക്തമായ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നീളുന്നു. കോടതി പരിഗണിച്ച പ്രധാന ഭാഗങ്ങളിലൊന്ന് 2022 ഫെബ്രുവരി 5 കർണാടക സർക്കാർ ഉത്തരവിലെ ചില പരാമർശങ്ങളാണ്. സമാധാനവും സാഹോദര്യവും ക്രമസമാധാനവും അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വിദ്യാർത്ഥികൾ ധരിക്കാൻ പാടില്ല എന്ന വിധിയിലെ പരാമർശത്തിൽ ഉത്തരവിൽ ഉയർന്ന ചോദ്യത്തിനും ഉത്തരമായി. രാജ്യത്തെ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ചില ഇസ്ലാമിക് സംഘടനകളെ വിധിയുടെ അവസാന ഭാഗങ്ങളിൽ കോടതി പരാമർശിക്കുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ CBI, NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വന്ന പൊതു താൽപര്യ ഹർജികളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതി. ഹിജാബ് നിരോധന വിവാദം അവസാനിക്കുന്നില്ല. കർണാടക ഹൈക്കോടതി വിധിയിൽ അപ്പീലുമായി വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു.
ഇനി വാദവും പ്രതിവാദവും രാജ്യത്തെ പരമോന്നത കോടതിയിൽ നടക്കും. ഇനി വാർത്താമഴ പോകുന്നത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം ഹെഡ്ലൈൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ച് കർണാടക ഹൈക്കോടതി. ഹിജാബ് ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് നിർണായക വിധി. വിവാദത്തിന് പിന്നിൽ മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം. വിധിയിൽ എതിർപ്പുമായി ഹർജി നൽകിയ വിദ്യാർത്ഥിനികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹിജാബിന് അനുമതിയില്ലെങ്കിൽ പഠനം അവസാനിപ്പിക്കും. വിധി സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ്. ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് CPM-നും CPI-ക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. സന്തോഷ് കുമാർ CPI സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച അറിയാം. INL-ൽ നിന്ന് LDF യോഗത്തിൽ പങ്കെടുത്തത് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ. കോഴിക്കോട് മാത്തോട്ടത്തും ചെങ്ങന്നൂരിലും സിൽവർ ലൈൻ കല്ലിടലിനെതിരെ പ്രതിഷേധം. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ കുറ്റപത്രം നൽകി അന്വേഷണ സംഘം. റോയ് വയലാറ്റും സൈജു തങ്കച്ചനും ഉൾപ്പെടെ 8 പ്രതികൾ. അപകട കാരണം സൈജു തങ്കച്ചൻ അമിത വേഗത്തിൽ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നത്. വാഹനമോടിച്ച അബ്ദുറഹ്മാൻ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും ഹോട്ടലിൽ തങ്ങാൻ മോഡലുകൾക്ക് മേൽ സൈജുവും റോയും സമ്മർദ്ദം ചെലുത്തിയെന്നും കുറ്റപത്രം. മീഡിയ 1 ചാനലിന്റെ സംപ്രേഷണം വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. മുദ്രവെച്ച കവറുകളിൽ വിവരങ്ങൾ സമർപ്പിക്കുന്നതിന്റെ സാധുത പരിശോധിക്കുമെന്നും സുപ്രീം കോടതി. സന്തോഷം നൽകുന്ന വിധിയെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഈ മാസം 24 മുതൽ സ്വകാര്യ ബസ് സമരം. അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകളുടെ സംഘടനകൾ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലും വർധന വേണമെന്ന് സംയുക്ത സമരസമിതി. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണം. തിരികെ എത്തിച്ചത് 22,500-ലധികം ഇന്ത്യക്കാരെ. പഠനം പാതിവഴിയിലായ കുട്ടികളുടെ ഭാവിയിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും S. ജയശങ്കർ. അധിനിവേശത്തിന്റെ 20ാം ദിവസവും യുക്രൈൻ നഗരങ്ങളിൽ റഷ്യയുടെ കടുത്ത ആക്രമണം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുമെന്ന് കേന്ദ്ര സർക്കാർ. യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ എംബസി സഹായിക്കും. ബന്ധുക്കൾക്ക് യമനിൽ പോകാൻ അവസരമൊരുക്കുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി തീർപ്പാക്കി കോടതി. തെരഞ്ഞെടുപ്പിൽ തോറ്റ 5 സംസ്ഥാനങ്ങളിലെയും PCC അധ്യക്ഷന്മാരുടെ രാജി ആവശ്യപ്പെട്ട് സോണിയാഗാന്ധി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കടന്നാക്രമിച്ച് കപിൽ സിബൽ. നെഹ്റു കുടുംബം ഇനി മാറി നിൽക്കണം. പദവിയില്ലാതെ അധികാരം ഉപയോഗിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും വിമർശനം. കപിൽ സിബലിന്റേത് കോൺഗ്രസ് പാരമ്പര്യമല്ലെന്ന് അശോക് ഗെഹ്ലോട്ട്. നെഹ്റു കുടുംബത്തിന് നേതൃത്വം കോൺഗ്രസിന് അനിവാര്യമാണെന്നും ഗെഹ്ലോട്ട്. ദുൽഖർ സൽമാൻ വിലക്കേർപ്പെടുത്തി തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയൂഗ്. പ്രതിഷേധം ദുൽഖർ ചിത്രം സല്യൂട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതിൽ. ദുൽഖർ ചിത്രങ്ങളുമായി സഹകരിക്കില്ലെന്ന് സംഘടന. മദ്യം വിളമ്പാൻ വിദേശ വനിതകളെ നിർത്തിയ കൊച്ചി ഹാർബർ വ്യൂ ഹോട്ടലിനെതിരെ എക്സൈസ് നടപടി. അബ്കാരി ചട്ടം ലംഘിച്ചതിന് കേസെടുത്തു. വനിതകളെ മദ്യം വിളമ്പാൻ നിയോഗിക്കുന്നതിൽ വിലക്കില്ലെന്ന് ഹോട്ടൽ ഉടമ. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ കുഴൽപ്പണവേട്ട. വാഹനത്തിന്റെ രഹസ്യറയിൽ കടത്തുകയായിരുന്ന 4.4 കോടി രൂപ പിടിച്ചെടുത്തു. തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ. വിജയകുമാർ, നമ്മൾ ഇനി യുക്രൈൻ വാർത്തകളിലേക്ക് പോവുകയാണ്. അധിനിവേശത്തിന്റെ 20ാം ദിവസം യുക്രൈൻ തലസ്ഥാനമായ കീവ് പിടിക്കാനുള്ള ആക്രമണം റഷ്യ ശക്തമാക്കി. നഗരത്തിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. വരും മണിക്കൂറുകൾ കീവിന് നിർണായകമാണെന്നറിയിച്ച മേയർ നഗരത്തിൽ 35 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചു. അതേസമയം ഇന്നലെ മുടങ്ങിയ 4ാം ഘട്ട സമാധാന ചർച്ച അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് യുക്രൈൻ അറിയിച്ചു. തലസ്ഥാനമായ കീവിനെ രാജ്യത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് ഒറ്റപ്പെടുത്തി കീഴടക്കുക എന്ന ലക്ഷ്യവുമായാണ് റഷ്യൻ സേന മുന്നേറുന്നത്. നഗരത്തെ വിവിധ ദിശകളിൽ വളഞ്ഞിട്ടാക്രമിക്കുക എന്ന തന്ത്രമാണ് റഷ്യ പ്രയോഗിക്കുന്നത്. വടക്ക് കിഴക്ക് നിന്നുള്ള സൈനിക സംഘം നഗരകേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ പരിധിയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. വരും മണിക്കൂറുകൾ കീവിന് നിർണായകം. ഇന്ന് രാത്രി മുതൽ 35 മണിക്കൂർ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു.
ലുക്യാനിവ്സ്ക മെട്രോ സ്റ്റേഷനും നഗരപരിധിയിലുള്ള നിപ്പോ വിമാനത്താവളത്തിന്റെ റൺവേയും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. നഗരത്തിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. കനത്ത ഷെല്ലാക്രമണം തുടരുന്ന സുമിയിൽ നിന്ന് 70 ബസ്സുകളിലായി കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയെന്ന് റെഡ് ക്രോസ് അറിയിച്ചു. തുറമുഖ നഗരമായ മരിയുപോളിൽ ഇതുവരെ 2400 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് യുക്രൈൻ അറിയിച്ചു. തെക്കൻ നഗരമായ ഖേഴ്സൺ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലായെന്ന് റഷ്യൻ പ്രതിരോധ വക്താവ് അറിയിച്ചു. അതേസമയം പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവേനിയ എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ യുക്രൈൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കീവിലേക്ക് പുറപ്പെട്ടു. യുക്രൈന് മേൽ വ്യോമ നിരോധന മേഖല പ്രഖ്യാപിക്കാത്തതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളോട് അമർഷം പ്രകടിപ്പിച്ചു. ലണ്ടനിൽ ചേർന്ന യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കവെയാണ് സെലൻസ്കി തന്റെ എതിർപ്പ് അറിയിച്ചത്. ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്നും റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. 370 റഷ്യൻ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്ത് മരവിപ്പിച്ചെന്ന് ബ്രിട്ടൻ അറിയിച്ചു. തത്സമയ വാർത്താ സംപ്രേഷണത്തിനിടെ യുദ്ധവിരുദ്ധ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടിയ റഷ്യൻ സർക്കാർ നിയന്ത്രിത ചാനലിലെ ജോലിക്കാരിയെ മോസ്കോ പോലീസ് അറസ്റ്റ് ചെയ്തു. യുദ്ധത്തിൽ പ്രതിഷേധിച്ച് റഷ്യയിലെ പ്രമുഖ വാർത്താ ചാനലുകളൊന്നായ NTVയിലെ പ്രധാന അവതാരിക രാജിവെച്ചു. റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ 4ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തി. ആഡംബര വസ്തുക്കളുടെ റഷ്യയിലേക്കുള്ള കയറ്റുമതിയിലും നിരോധനം ഏർപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങൾ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകും. PP ജെയിംസ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിംഗ് വിജയകുമാർ. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഹായ്. യെസ്, എന്താണ് പുതിയ വിവരങ്ങൾ? നമുക്ക് ഈ ചർച്ച പുനരാരംഭിക്കുന്നു എന്ന് കേൾക്കുന്നു, പക്ഷേ അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സംഗതികൾ അപ്രതീക്ഷിത നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. യുക്രൈനിലെ ഒട്ടുമിക്ക നഗരങ്ങളും മാരകമായ വ്യോമാക്രമണത്തിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 20ാം ദിനമാണ് ഇന്ന് യുദ്ധം ആരംഭിച്ചിട്ട്. 20ാം ദിവസവും വളരെ കടുത്ത രീതിയിലുള്ള വ്യോമാക്രമണമാണ് റഷ്യ അയച്ചുവിട്ടിട്ടുള്ളത്. ഒരു ഭാഗത്ത് സമാധാന ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് യുദ്ധം കടുപ്പിക്കുന്നു. യുദ്ധവും സമാധാനവും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ ശരിയാണ്. 4ാം ഘട്ട ചർച്ച ഇന്നലെ നിർത്തിവെച്ചിരുന്നു, അത് തുടരുകയാണ്. വലിയ പ്രതീക്ഷയൊന്നും സമാധാന ചർച്ചകളിൽ കാണുന്നില്ല. പക്ഷേ 2 ദിവസം മുമ്പ് പുടിൻ പറഞ്ഞത് പുരോഗതിയുണ്ടെന്നും സെലൻസ്കി ഇന്നലെയും പറഞ്ഞു റഷ്യയുടെ നിലപാടിൽ മാറ്റമുണ്ട്. എന്തായാലും അത് പ്രകടമായി ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് കീവ്, തലസ്ഥാന നഗരിയായ കീവിന് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. അവിടുത്തെ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ലക്ഷ്യം വെക്കുന്നു, ജനങ്ങൾ കൊല്ലപ്പെടുന്നു. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. റഷ്യ അടുത്ത ഒരു 1.5 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ആക്രമണം പ്ലാൻ ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ കൂടിയായിരുന്ന കീവിലെ മേയർ വിറ്റാലി 35 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് എല്ലാവരോടും ബങ്കേഴ്സിൽ പോകാൻ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കീവിന് നേരെ കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു തവണ 5 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയതാണ് 65 കിലോമീറ്ററുള്ള റഷ്യയുടെ കോൺവോയ് വാഹനവ്യൂഹം. അത് പക്ഷേ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അവർ പിൻവാങ്ങി അവർ വീണ്ടും 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഇത്തവണ ഒരു വ്യത്യാസമുള്ളത് കോൺവോയ് മാത്രമല്ല, അവരെ പിറകിൽ റഷ്യൻ സൈന്യവും കൂടിയുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള ഒരു അതിക്രമത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതിനു മുമ്പ് സമാധാന ചർച്ചകൾ വിജയിക്കുമോ ഇല്ലയോ എന്നറിയാം. അതുപോലെ തന്നെ വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, റഷ്യയിൽ വലിയ രീതിയിലുള്ള യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും പ്രഖ്യാപനങ്ങളും പ്രതിഷേധവും നടക്കുന്നുവെന്നുള്ളതാണ്. ഒരുപക്ഷെ ലോകത്ത് വളരെ റെയറായിട്ടാണ്, അപൂർവമായിട്ടാണ് മാധ്യമ പ്രവർത്തകർ പ്രതിഷേധിച്ച് രംഗത്തെത്തുന്നത്. അവിടുത്തെ സ്റ്റേറ്റ് ഓൺഡ് ചാനൽ 1-ന്റെ ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള മരീന, അവർ വളരെ ശക്തമായിട്ട് നോ വാർ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് പ്രക്ഷേപത്തിനിടയിൽ തന്നെ, സാധാരണ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതായിരിക്കാം. അവർ നോ വാർ എന്നുള്ള പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇത് കാണിച്ചു. അതേ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അവരെ മോസ്കോയിലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അവരും അവരുടെ അഭിഭാഷകരും നിൽക്കുന്ന ചിത്രം ടെലഗ്രാമിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് NTV എന്ന അവിടുത്തെ 3ാമത്തെ ചാനലിൻ്റെ എഡിറ്റർ ലിലി അവരും രാജിവെച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ മാധ്യമപ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത് വലിയ രീതിയിൽ റഷ്യൻ ഭരണകൂടത്തെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓൺഡ് TVയുടെയൊക്കെ വനിതാ മാധ്യമപ്രവർത്തകർ രാജിവെച്ചിറങ്ങുന്നു എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവവാസമുള്ളത്, 3 രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ കീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. കർഫ്യൂവിൻ്റെ നടുവിലൂടെ ട്രെയിനിൽ പോളിഷ് പ്രധാനമന്ത്രിയും
അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രിയും സ്ലൊവേനിയയുടെ പ്രധാനമന്ത്രിയും യൂറോപ്യൻ യൂണിയന്റെ സന്ദേശവുമായിട്ട് വരുന്നു. യൂറോപ്യൻ യൂണിയൻ പോകണ്ട എന്ന് പറഞ്ഞു, പക്ഷെ അവർ പോകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. ഇത് സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്, വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവര് ഏതായാലും വിമാനത്തിലും കാറിലും യാത്ര ചെയ്യാൻ പറ്റില്ല, അത്ര രീതിയിലുള്ള ഷെല്ലിംഗ് ഉണ്ട്. ആകെയുള്ളത് ട്രെയിൻ മാർഗമാണ്. ട്രെയിനുകൾ ആക്രമിക്കപ്പെട്ടേക്കാം. 3 പ്രധാനമന്ത്രിമാർ ട്രെയിനിൽ 7 മണിക്കൂർ യാത്ര ചെയ്ത് പോളണ്ട് അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ കീവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നത് സെലൻസ്കിയെ കാണാനാണ്. സെലൻസ്കി ബങ്കറിലും പ്രസിഡൻഷ്യൽ പാലസിലും ഇരുന്നാണ് തൻ്റെ ലോകത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ സമാധാന നീക്കത്തിൻ്റെ അവസാന ശ്രമങ്ങളായിരിക്കാം ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്, ഇതുവരെ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ്. ഇതിപ്പോൾ റഷ്യ ഉപരോധങ്ങളുമായിട്ട് ഈ മിനിറ്റുകളിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഹിലരി ക്ലിന്റനെതിരെ, ജോ ബൈഡന്റെ മകനെതിരെ, അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെതിരെ റഷ്യ ഉപരോധം പ്രഖ്യാപിച്ചു. അവരുടെ യാത്രകൾ, അവരുടെ റഷ്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തുകൊണ്ടുള്ള ഉപരോധമാണ് റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. PP ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സെലൻസ്കി പറഞ്ഞു നാറ്റോയുടെ ഭാഗമാകുന്നില്ല യുക്രൈൻ എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ അതിന്റെ ആധികാരികത നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളാണ് PP ജെയിംസ് പങ്കുവച്ചത്. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ തുടരുകയാണ്. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം. റോയി വയലാട്ട് അടക്കം 8 പേർക്കെതിരെ കുറ്റപത്രം നൽകി. പ്രതി സൈജു തങ്കച്ചൻ അമിത വേഗത്തിൽ പിന്തുടർന്നതാണ് അപകട കാരണമെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റോയിയും സൈജുവും ദുരുദ്ദേശത്തോടെ ഹോട്ടലിൽ തങ്ങാൻ നിർദ്ദേശിച്ചുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് മോഡലുകളുടെ അപകട മരണത്തിൽ കുറ്റപത്രം തയ്യാറായത്. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റും സുഹൃത്ത് സൈജു തങ്കച്ചനുമടക്കം 8 പേരാണ് പ്രതികൾ. സൈജു തങ്കച്ചൻ അപകടകരമായ രീതിയിൽ മോഡലുകളെ വാഹനത്തിൽ പിന്തുടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് കുറ്റപത്രം പറയുന്നു. അമിതമായി മദ്യപിച്ച് വാഹനമോടിച്ച മോഡലുകളുടെ ഡ്രൈവർ അബ്ദുൾ റഹ്മാനാണ് കേസിലെ 1-ാം പ്രതി. ദുരുദ്ദേശത്തോടെ മോഡലുകളെ ഹോട്ടലിൽ തങ്ങാൻ പ്രേരിപ്പിച്ച റോയ് വയലാറ്റും ഒപ്പം സൈജു തങ്കച്ചനുമെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ശേഷം ഭാഗം കോടതിയിൽ. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR കായലിൽ ഉപേക്ഷിച്ച ഹോട്ടൽ ജീവനക്കാരും കേസിൽ പ്രതികളാണ്. തെളിവ് നശിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കേസിലെ തന്നെ നിർണായകമായ തെളിവായിരുന്നു ആ DVR. റോയിയും സൈജുവും പോക്സോ കേസിൽ പെട്ടുനിൽക്കവെയാണ് പഴയ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം അന്വേഷണ വീഴ്ചയുടെ പേരിൽ കേരള പോലീസ് വലിയ പഴികേട്ട കേസുകൂടിയാണ് ഇത്. നീതിപൂർവമായ വിചാരണ പ്രതീക്ഷിക്കാം. അടുത്ത വാർത്തയിലേക്ക് വാർത്താമഴയിൽ പോകുന്നു. കൊച്ചി ഹാർബർ വ്യൂ ഹോട്ടലിൽ മദ്യം വിളമ്പാൻ യുവതികളെ നിയോഗിച്ചതിനും വിദേശ വനിതകളെ ഉപയോഗിച്ച് ഡാൻസ് ബാർ നടത്തിയതിനും എക്സൈസ് കേസെടുത്തു. ഉടമയ്ക്ക് എക്സൈസ് വകുപ്പ് നോട്ടീസ് നൽകി. സ്റ്റോക്ക് ബുക്ക് സൂക്ഷിക്കാതിരുന്നതിനും ലൈസൻസ് കണ്ടീഷൻ ലംഘിച്ചതിനും മാനേജർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഹാർബർ വ്യൂ ഹോട്ടൽ സോഫ്റ്റ് ലോഞ്ച് നടത്തുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയത്. കേരളത്തിലെ ആദ്യത്തെ പബ് എന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം. മദ്യം വിളമ്പാൻ വിദേശ വനിതകൾ, സിനിമാ താരങ്ങളടക്കം വലിയ നിര
ഈ പബ്ബിലേക്ക് ഒഴുകിയെത്തി. മദ്യം വിതരണം മാത്രമല്ല വിദേശ വനിതകൾ ആ ഹോട്ടലിൽ ചെയ്തത്. മദ്യത്തിനൊപ്പം ഡാൻസും ആ ഹോട്ടലിൽ വിദേശ വനിതകൾ നടത്തി. ലൈസൻസിന്റെ വയലേഷൻ ഉണ്ടായെന്നാണ് എക്സൈസ് പറഞ്ഞു വെക്കുന്നത്. ഹോട്ടലിനെതിരെ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഹോട്ടലിൽ സ്റ്റോക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഇല്ലെന്നാണ് എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത്. ഹോട്ടൽ മാനേജറെ അറസ്റ്റ് ചെയ്ത് ഇന്ന് വിട്ടയച്ചു. എറണാകുളം എക്സൈസ് DCP ഉടൻ തന്നെ ഹോട്ടലിനെ സംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്യും. ഇത് ഒരു ഹോട്ടലിലെ മാത്രം കഥയല്ല. പല ഹോട്ടലിലും എറണാകുളത്ത് ഇത്തരത്തിൽ പബ്ബുകൾ രൂപപ്പെടുന്നുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തലും നിഗമനവും. വേനലിൽ വെന്തുരുകയാണ് കേരളം. പാലക്കാട് ജില്ലയിലെ വനമേഖലകളിൽ കാട്ടുതീ പടരുകയാണ്. വാളയാർ അട്ടപ്പള്ളം താഴ്വരയിലെ തീപിടുത്തം മലമുകളിലേക്ക് പടർന്ന് വയനാട് മുട്ടിൽ മലയിലും ഇപ്പോൾ കാട്ടുതീ പടരുകയാണ്. അട്ടപ്പള്ളം വനത്തിന്റെ താഴ്ഭാഗത്തു നിന്നും തീ പടർന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം. ഇപ്പോഴും കാട്ടുതീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല. പലയിടങ്ങളിലും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. പാറക്കെട്ടിനോട് ചേർന്നുള്ള വനമേഖലയിൽ കയറിപ്പറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അതുകൊണ്ടുതന്നെ ഫയർ ലൈൻ തീർത്ത് താഴേക്ക് തീയെത്താനുള്ള സാധ്യത ചുരുക്കുകയാണ് വനംവകുപ്പ്. വാളയാർ റെയിൽവേ ട്രാക്കിന് അടുത്തുവരെ തീയെത്തി. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇടയാക്കിയത്. സൈലന്റ് വാലിയിലും അട്ടപ്പാടിയുടെ വിവിധ മേഖലയിലും മണ്ണാർക്കാടിന്റെ മലയോര മേഖലയിലും സമാനമായ രീതിയിൽ കാട്ടുതീ ഭീഷണിയാകുന്നുണ്ട്. ഇവിടെയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഹെക്ടർ കണക്കിന് വനമാണ് ഇതിനകം കത്തിനശിച്ചത്. ജൈവസമ്പത്തിനെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. വന്യമൃഗങ്ങൾ കൂടുതലായി കാടിറങ്ങാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കനത്ത ചൂടിനാൽ പൊള്ളുന്നുണ്ട് പാലക്കാടിന്. 41.5 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഇതിനിടയിലാണ് കാട്ടുതീ വലിയ ആശങ്കയായി പടരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും വയനാട്ടിൽ ചൂട് കൂടി വരികയാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. മാർച്ച് മാസം തുടങ്ങുമ്പോഴേക്കും ജില്ലയുടെ പല ഭാഗത്തും കാട്ടുതീ പ്രത്യക്ഷപ്പെടാറുണ്ട്. ബാണാസുര, ചെമ്പ്ര, മുട്ടിൽമല തുടങ്ങിയവിടങ്ങളിൽ വൻതോതിലും മറ്റു പ്രദേശങ്ങളിൽ ചെറിയ തോതിലുമാണ് കാട്ടുതീ ഉണ്ടാകാറ്. ഈ കനത്ത ചൂടിൽ വയനാട് ജില്ലയിൽ കാട്ടുതീ സ്വാഭാവികമാണെങ്കിലും ചിലയിടങ്ങളിൽ അത് മനുഷ്യനിർമ്മിതമാണ്. ബാണാസുരയ്ക്ക് സമീപവും അതുപോലെ മുട്ടിൽമലയിലും കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. ബാണാസുരയ്ക്ക് സമീപമുണ്ടായ തീപിടുത്തം 8 മണിക്കൂറാണ് നീണ്ടു നിന്നത്. ഹെക്ടർ കണക്കിന് സ്ഥലം അഗ്നിക്കിരയായി. വാർത്താമഴയിൽ ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ച് കർണാടക ഹൈക്കോടതി. ഹിജാബ് ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന നിർണായക വിധി. വിവാദത്തിന് പിന്നിൽ മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം. നിരോധനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ വിശാല ബെഞ്ച് തള്ളി. വിധിയിൽ എതിർപ്പുമായി ഹർജി നൽകിയ വിദ്യാർത്ഥിനികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹിജാബിന് അനുമതിയില്ലെങ്കിൽ പഠനം അവസാനിപ്പിക്കും. വിധി സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ്. LDFിൽ രാജ്യസഭാ സീറ്റ് CPIഎമ്മിനും CPIക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാർ CPI സ്ഥാനാർത്ഥി. CPIഎം സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച അറിയാം. LJDയുടെയും JDSന്റെയും അവകാശവാദം നിരസിച്ചു. INൽ നിന്ന് LDF യോഗത്തിൽ പങ്കെടുത്തത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ കുറ്റപത്രം നൽകിയ അന്വേഷണ സംഘം. റോയി വയലാറ്റും സൈജു തങ്കച്ചനും ഉൾപ്പെടെ 8 പ്രതികൾ. അപകട കാരണം സൈജു തങ്കച്ചൻ അമിത വേഗത്തിൽ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നത്. വാഹനമോടിച്ച അബ്ദുൾ റഹ്മാൻ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും ഹോട്ടലിൽ തങ്ങാൻ മോഡലുകൾക്ക് മേൽ സൈജുവും റോയിയും സമ്മർദ്ദം ചെലുത്തിയെന്നും കുറ്റപത്രം. മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. മുദ്രവെച്ച കവറുകളിൽ വിവരങ്ങൾ സമർപ്പിക്കുന്നതിന്റെ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. സന്തോഷം നൽകുന്ന വിധിയെന്ന മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഈ മാസം 24 മുതൽ സ്വകാര്യ ബസ് സമരം. അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകളുടെ സംഘടനകൾ. തീരുമാനം ബസ് ചാർജ് വർധന നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലും വർധന വേണമെന്ന് സംയുക്ത സമരസമിതി. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണം. തിരികെ എത്തിച്ചത് 22,500-ലധികം ഇന്ത്യക്കാരെ. പഠനം പാതിവഴിയിലായ കുട്ടികളുടെ ഭാവിയിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും S ജയശങ്കർ. അധിനിവേശത്തിന്റെ 20ാം ദിവസവും യുക്രൈൻ നഗരങ്ങളിൽ റഷ്യയുടെ കടുത്ത ആക്രമണം. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുമെന്ന് കേന്ദ്ര സർക്കാർ. യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ എംബസി സഹായിക്കും. ബന്ധുക്കൾക്ക് യമനിൽ പോകാൻ അവസരമൊരുക്കുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി കോടതി തീർപ്പാക്കി. തെരഞ്ഞെടുപ്പിൽ തോറ്റ 5 സംസ്ഥാനങ്ങളിലെയും PCC അധ്യക്ഷന്മാരുടെ രാജി ആവശ്യപ്പെട്ട് സോണിയാഗാന്ധി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കടന്നാക്രമിച്ച് കപിൽ സിബൽ. നെഹ്റു കുടുംബം ഇനി മാറി നിൽക്കണം. പദവിയില്ലാതെ അധികാരം ഉപയോഗിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന വിമർശനം. കപിൽ സിബലിന്റേത് കോൺഗ്രസ് പാരമ്പര്യമല്ലെന്ന് അശോക് ഗെഹ്ലോട്ട്. നെഹ്റു കുടുംബത്തിന്റെ നേതൃത്വം കോൺഗ്രസിന് അനിവാര്യമാണെന്നും അശോക് ഗെഹ്ലോട്ട്. മകൻ ഇതര മതസ്ഥയെ വിവാഹം കഴിച്ചതിന് പൂരക്കളി കലാകാരന് ക്ഷേത്രത്തിൽ വിലക്ക്. ക്ഷേത്ര ഭാരവാഹികൾ വിലക്കിയത് കരിവെള്ളൂർ സ്വദേശി വിനോദ് പണിക്കരെ. വിലക്ക് നാടിന് അപമാനമെന്ന് CPIM. കരിവെള്ളൂരിൽ DYFIയുടെ പ്രതിഷേധ സംഗമം. മീനച്ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാട് ജില്ലയിലെ വനമേഖലകളിൽ കാട്ടുതീ. വാളയാർ അട്ടപ്പള്ളം താഴ്വരയിലെ തീ മലമുകളിലേക്ക് പടർന്നു. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. വയനാട് മുട്ടിൽ മലയിലും കാട്ടുതീ. മദ്യം വിളമ്പാൻ വിദേശ വനിതകളെ നിർത്തിയ കൊച്ചി ഹാർബർ വ്യൂ ഹോട്ടലിനെതിരെ എക്സൈസ് നടപടി. ഡാൻസ് ബാറിലും വിദേശ വനിതകൾ. കേസെടുത്തത് അബ്കാരി ചട്ടം ലംഘിച്ചതിനെന്ന എക്സൈസ്. മദ്യം വിളമ്പാൻ വനിതകളെ നിയോഗിക്കുന്നതിൽ വിലക്കില്ലെന്ന് ഹോട്ടൽ ഉടമ. ദുൽഖർ സൽമാന് വിലക്കേർപ്പെടുത്തി തിയേറ്റർ ഉടമകളുടെ സംഘടന FIO. പ്രതിഷേധം ദുൽഖർ ചിത്രം സല്യൂട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതിൽ. ദുൽഖർ ചിത്രങ്ങളുമായി സഹകരിക്കില്ലെന്ന് സംഘടന. കോഴിക്കോട് മാത്തോടത്ത് സിൽവർ ലൈൻ സർവേക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചു മാറ്റി. മുൻകൂട്ടി അറിയിക്കാതെ വീട്ടുമുറ്റത്ത് സർവേക്കല്ല് സ്ഥാപിക്കാൻ എത്തിയെന്ന് നാട്ടുകാർ. ചെങ്ങന്നൂരിലും ഉദ്യോഗസ്ഥരെയും പോലീസിനെയും നാട്ടുകാർ തടഞ്ഞു.
വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ട നടപടിയുമായി സർക്കാർ മുന്നോട്ട്. പരാതി ഉന്നയിച്ചവരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കരുതെന്നും മന്ത്രിയുടെ പ്രസംഗം മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ നിഷേധിക്കുന്നുവെന്ന് സമസ്ത. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇപ്പോഴും വിശ്വാസം. മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കണമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. തീരുമാനം മരവിപ്പിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടെന്ന് മുസ്ലിം ലീഗ്. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. കൊല്ലം കുളക്കടയിൽ യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ ലാത്തികൊണ്ടടിച്ചു. മർദ്ദനമേറ്റത് താഴത്ത് കുളക്കട സ്വദേശി സതീഷിന്. സംഘർഷം ഒഴിവാക്കാൻ ലാത്തി വീശിയതാണെന്നും പോലീസ് വിശദീകരണം. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് പെൺകുട്ടിയെ അപമാനിച്ച കേസിലെ സർക്കാർ അപ്പീൽ ഈ മാസം 22 മാറ്റി. മലപ്പുറത്ത് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. വളാഞ്ചേരിയിൽ 4.5 കോടിയോളം രൂപ പിടിച്ചെടുത്തു. 2 പേർ പിടിയിൽ. സംസ്ഥാനത്തെ വലിയ കുഴൽപ്പണവേട്ടയെന്ന് പോലീസ്. ഫോർട്ട് കൊച്ചി പള്ളുരുത്തിയിൽ ലഹരി മരുന്നുകളും കഞ്ചാവ് ചെടിയുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. കൊല്ലം പട്ടാഴി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ മാല നഷ്ടപ്പെട്ട വയോധികയ്ക്ക് സ്വർണ്ണവളകൾ ഊരി നൽകിയ സ്ത്രീയെ കണ്ടെത്തി. വളകൾ നൽകിയത് ചേർത്തല സ്വദേശിനി ശ്രീലത. പേരിനും പെരുമയ്ക്കുമല്ല വളകൾ നൽകിയതെന്നും ആരും അറിയരുതെന്നാണ് ആഗ്രഹമെന്നും ശ്രീലത 24നോട്. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നുവെന്ന പേരിൽ കാപ്പെക്സ് തോട്ടണ്ടി കൊണ്ടുവന്നത് ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് സംഭരിച്ചെന്ന് വരുത്താൻ ബില്ലിൽ കൃത്രിമം കാട്ടി. കൊണ്ടുവന്നത് 400 മെട്രിക് ടൺ കശുവണ്ടി. രേഖകൾ 24ന്. കൊല്ലം ഭരണിക്കാവിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പോരുവഴി സ്വദേശി നിസാം. റോഡിൽ വീണ നിസാമിന്റെ ശരീരത്തിലൂടെ 2 വാഹനങ്ങൾ കയറിയിറങ്ങി. അപകടം കണ്ടുനിന്നവർ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല. തൃശൂർ കോർപ്പറേഷനിൽ LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. മേയർക്കെതിരായ അവിശ്വാസം പരാജയപ്പെട്ടത് 24-നെതിരെ 25 വോട്ടിന്. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ ചർച്ചയിൽ നിന്ന് BJP കൗൺസിലർമാർ വിട്ടുനിന്നു. മിന്നൽ തലക്കെട്ടുകൾക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. കണ്ണൂർ കരിവെള്ളൂരിൽ മരുമകളുടെ മതത്തിന്റെ പേരിൽ പൂരക്കളി പണിക്കർക്ക് വിലക്ക്. പൂരക്കളിയിൽ അക്കാദമി അവാർഡ് ജേതാവായ വിനോദ് പണിക്കരെയാണ് മകൻ മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ക്ഷേത്ര ഭാരവാഹികൾ വിലക്കേർപ്പെടുത്തിയത്. വിലക്ക് ഭരണഘടനാ വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രതികരിച്ചു. കണ്ണൂർ കരിവെള്ളൂരിൽ മരുമകളുടെ മതത്തിന്റെ പേരിലാണ് പൂരക്കളി മറുത്തുകളി കലാകാരനായ വിനോദ് പണിക്കർക്ക് ക്ഷേത്രഭാരവാഹികൾ വിലക്ക് ഏർപ്പെടുത്തിയത്. പൂരക്കളിയിൽ അക്കാദമി അവാർഡ് ജേതാവായ വിനോദ് പണിക്കരുടെ മകൻ വിവാഹം ചെയ്തത് മുസ്ലിം യുവതിയെ. ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതര മതസ്ഥയായ യുവതി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആചാരപ്രകാരം വിനോദ് പണിക്കരെ ക്ഷേത്രത്തിലേക്ക് ചടങ്ങുകൾക്കായി കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ക്ഷേത്രഭാരവാഹികൾ നിലപാടെടുത്തു. പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും ഈറ്റില്ലമായ കരിവെള്ളൂരിൽ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ സജീവമാണ് വിനോദ് പണിക്കർ. വിനോദ് പണിക്കരെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ ചില ഉപാധികൾ സമുദായ സംഘം, അതായത് ക്ഷേത്രഭാരവാഹികൾ മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ വിനോദ് പണിക്കർ നിലവിൽ മകനും മരുമകളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക, അവിടെ ചടങ്ങുകൾ സംഘടിപ്പിക്കാം. അതല്ലെങ്കിൽ മകനെയും മരുമകളെയും മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കുക. ഈ ഉപാധിക്ക് മുന്നിൽ വഴങ്ങാൻ വിനോദ് പണിക്കർ തയ്യാറായില്ല. നിരവധി ചരിത്ര പോരാട്ടങ്ങളുടെ ഐതിഹാസിക ഭൂമിയും CPIM-ന്റെ ശക്തി കേന്ദ്രവുമായ കരിവെള്ളൂരിൽ നടന്ന ഈ മതവിവേചനം പാർട്ടിയുടെ ശ്രദ്ധയിലും വന്നു. വിവേചനത്തിന് ഇരയായ വിനോദ് പണിക്കർ തന്നെ വിഷയം CPIM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഇതിൽ ഇടപെടേണ്ടതില്ലെന്നായിരുന്നു പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. വിഷയത്തിൽ ക്ഷേത്രം ഭാരവാഹികളും നിലപാട് വ്യക്തമാക്കി. ആരെയും വിലക്കിയിട്ടില്ല. അതേസമയം ആചാരലംഘനം അനുവദിക്കാനാകില്ല. ഇതര മതസ്ഥയായ യുവതി താമസിക്കുന്ന വീട്ടിൽ ആചാരപ്രകാരം ചടങ്ങുകൾ നടത്താനാകില്ല എന്നറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വിശദീകരിക്കുന്നു.
പാർട്ടി ശക്തി കേന്ദ്രത്തിലെ വിലക്ക് വിവാദമായതോടെ CPIM മൗനം വെടിഞ്ഞു. DYFI പരസ്യ പ്രതിഷേധവുമായി രംഗത്തു വന്നു. വിലക്ക് ഭരണഘടനാ വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രതികരിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും വലിയ കോട്ട, പുരോഗമനാശയങ്ങൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണ്, സമര പോരാട്ടങ്ങളുടെ നീണ്ട ചരിത്രം. അങ്ങനെയൊരു സ്ഥലമായ കരിവള്ളൂരിൽ നിന്നാണ് മതവിവേചനത്തിന്റെ വാർത്ത പുറത്തുവരുന്നത് എന്നത് ചർച്ചകൾക്ക് ഇതിനകം വഴി തുറന്നിട്ടുണ്ട്. ഇനി വാർത്താമഴ പോകുന്നത് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അടിയന്തര പ്രാധാന്യമില്ലാത്തതും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുമായ വിഷയത്തിൽ നോട്ടീസ് അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കർ സ്വീകരിച്ച നിലപാട്. CPIM ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കിയത് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിലെ പുതിയ വെളിപ്പെടുത്തൽ. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. CPIM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടിയന്തര പ്രാധാന്യമില്ലാത്തതും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുമായ വിഷയത്തിൽ നോട്ടീസ് അനുവദിക്കാനാവില്ല എന്ന് സ്പീക്കർ MP രാജേഷ് നിലപാടെടുത്തു. ചട്ടം 52(3) പ്രകാരം അടുത്ത കാലത്തുള്ള ഒരു സംഭവമായിരിക്കണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര പ്രാധാന്യം ഉള്ളതായി കാണുന്നില്ല. അതിനാൽ നോട്ടീസിന് അവതരണാനുമതി നൽകാൻ കഴിയില്ലെന്ന് അറിയിക്കുന്നു. പുതിയ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. ഇത് കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാകുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്പീക്കറുടെ തീരുമാനം വിവേചനപരമാണ്. കാരണം ഇതിനു മുൻപ് ഈ സഭയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്ന കേസുകൾ വന്നപ്പോൾ ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനുമതി സഭയിൽ കൊടുത്തിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. സഭ തുടർ നടപടികളിലേക്ക് കടന്നതോടെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റം. സഭയിൽ നടത്തുന്നത് അനാവശ്യ പ്രതിഷേധമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സഭയിലെ പെരുമാറ്റം പഠിപ്പിക്കാൻ യോഗ്യനാണ് മന്ത്രി V ശിവൻകുട്ടിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. വെള്ളിലിറങ്ങുന്ന പ്രതിപക്ഷം എങ്ങനെ പെരുമാറണമെന്ന് നിർദ്ദേശിക്കാനും അവർക്ക് ക്ലാസ് എടുക്കാനും ഈ സഭയിലെ ഏറ്റവും യോഗ്യനായ ആളും മന്ത്രി ശിവൻകുട്ടി തന്നെയാണ്. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേ 2-3 നിർദ്ദേശം ഇടയ്ക്ക് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുന്നു. കറക്റ്റായിട്ടുള്ള ആളാണ്, കൃത്യമായിട്ടുള്ള ഒരു ഈ കാര്യത്തിൽ ഒരു ഗുരുതുല്യനായിട്ടുള്ള ആളാണ്, ഞങ്ങൾ സ്വീകരിക്കുന്നു. സാർ, എന്തായാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നെ ഗുരുതുല്യനായി കാണുന്നതിന് എനിക്ക് നന്ദിയുണ്ട്. തർക്കത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ബജറ്റ് ചർച്ചാ സെഷനിലും വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം വാദപ്രതിവാദങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചു. കലൂരിലെ വലിയ ആരവം, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മത്സരം നടന്ന ഗോവയിലല്ല ആരവം, കേരളത്തിലാണ് ആരവം. കേരളത്തിൽ എല്ലായിടത്തും വലിയ സന്തോഷം ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ. ഈ സുന്ദരമായ സന്തോഷകരമായ വാർത്ത പങ്കുവെച്ചുകൊണ്ട് വാർത്താമഴ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.